എവ്രി വൺ. ഇന്ന് നമ്മുടെ കുട്ടി ബേക്കറി വെക്കേഷൻ ആയതുകൊണ്ട് സഹായത്തിനാണെന്നും പറഞ്ഞ് കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. സെയിലിനല്ലാത്ത കേക്ക് ആയതുകൊണ്ട് ഞാൻ നോ എന്നും പറഞ്ഞില്ല. പുതിയതായിട്ട് ഡാഡി ഒരു ഏപ്രിലും തൊപ്പിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് വലിയ ഗമയിലാണ് ആൾ. ഞാൻ അവിടെ റെസിപ്പി എഴുതിയൊരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ നോക്കി ഞാനിടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ടിക്കിട്ട് സൂപ്പർവൈസറായിട്ട് കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി കേക്കിൻ്റെ വിശേഷത്തിലേക്ക് തിരിച്ചു വരാം. ഇത് നമ്മുടെ നാട്ടിൽ ടീ കേക്ക് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ബട്ട കേക്കില്ലേ, അതാണ് കേട്ടോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഒത്തിരി നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച കേക്കായിരുന്നു. പക്ഷേ റെസിപ്പി ഇപ്പോഴാണ് നമ്മുടേതായ രീതിയിൽ കിട്ടിയത്. നമ്മുടെ ഫ്രണ്ട്സ് ക്രിസ്മസിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാനാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. എല്ലായിടത്തും ക്രിസ്മസ് ആയതുകൊണ്ട് പ്ലം കേക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ടൊന്ന് ബട്ടർ കേക്ക് ട്രൈ ചെയ്യാമെന്ന്. കാരണം നമ്മൾ ഓൾറെഡി ക്യാരറ്റ് കേക്കും മാർബിൾ കേക്കൊക്കെ ഇവരുടെ തന്നെ കാരൽ ഗ്രൂപ്പിനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും എനിക്കും കൂടി തരാമോ എന്ന് ചോദിച്ചിട്ട് എല്ലാം വാങ്ങി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ബട്ടർ കേക്ക് ചെയ്ത് നോക്കുന്നത്. പക്ഷേ എന്നാലും പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ ആ ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. പക്ഷേ ക്രെഡിറ്റ് മൊത്തം എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടി ബേക്കർ കൊണ്ടുപോയി. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ഡാഡി വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്നും പറഞ്ഞാണ് ഡാഡിക്ക് കൊടുത്തത് തന്നെ. അപ്പോൾ ഇതാട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ അതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫോർ നൗ.